മാതാവിനും തിരുക്കുമാരനും ആയിരം ആയിരം നന്ദി. എൻ്റെ പേര് ആൻസി. ഞാൻ അരൂരിൽ നിന്ന് വരുവാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷത്തോളമായി. ഒരു കുഞ്ഞിന് വേണ്ടിയാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത്. 2023 നവംബർ 8-നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത്. പലരും ഉടമ്പടി എടുക്കാൻ പറഞ്ഞെങ്കിലും ആദ്യം ഞാനൊന്നും ചെവി കൊണ്ടില്ലായിരുന്നു. എടുക്കാനെന്നുള്ള ഒരു മനസ്സിനൊരു തോന്നലും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ പ്രാവശ്യം പ്രഗ്നൻ്റ് ആയായിരുന്നു. അത് ട്യൂബിലായി അബോർഷനായി പോവുമായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യമായി, അതും 2 മാസം വരെ വളർച്ച ഉണ്ടായിരുന്നുള്ളൂ, ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതും അബോർഷനായി. 3-ാമത്തെ പ്രാവശ്യവും പ്രഗ്നൻ്റായി. അതും ഇതുപോലെ തന്നെ 2 മാസം വരെ വളർച്ച ഉണ്ടായിരുന്നുള്ളൂ, ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നില്ല, അബോർഷനായി. ഇനി എല്ലാവരും പറഞ്ഞ് എന്തായാലും കൃപാസനത്തിൽ പിന്നെ ഉടമ്പടി എടുക്ക്, ഒരു കുഞ്ഞിനെ എന്തായാലും അവിടുന്ന് അമ്മ മാതാവ് തരും എന്ന് പറഞ്ഞ് അങ്ങനെ 2023 നവംബർ 8-ന് ഞങ്ങളിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുവാണ്. ഉടമ്പടി എടുത്ത് പിന്നീട് ഞാൻ പുതുക്കിയത് ഫെബ്രുവരി 9-നാണ്. ആദ്യം ഉടമ്പടി എടുത്തെങ്കിലും പ്രേക്ഷിത പ്രവർത്തനം, കാരുണ്യ പ്രവർത്തനങ്ങളൊന്നും അത്ര കാര്യമായി ചെയ്തൊന്നുമില്ല. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും രാവിലത്തെ പ്രാർത്ഥനയും രാത്രിയിലത്തെ പ്രാർത്ഥനകൾ മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പുതുക്കലിന് പിന്നെ ഫെബ്രുവരി 9-ന് വന്ന് പുതുക്കിയതിന് ശേഷം കാരുണ്യ പ്രവൃത്തികളും പത്രം എല്ലായിടത്തും കൊടുക്കുകയും വചനം വായിക്കുകയും എല്ലാം കാര്യമായി തന്നെ ചെയ്തു. രോഗികളെ സന്ദർശിക്കുകയും എന്നാലാവുന്ന അവർക്ക് എല്ലാ സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ എപ്പോൾ വചനം ഞാൻ എടുത്താലും എനിക്ക് കിട്ടുന്നത് ലൂക്കായുടെ സുവിശേഷമാണ്, 18-ാം അധ്യായം. മനുഷ്യന് അസാധ്യമാകാത്തത് ദൈവത്തിന് സാധ്യമാകുമെന്നാണ്. അപ്പോൾ എനിക്ക് തോന്നി എപ്പോഴാണെങ്കിലും എനിക്ക് ഈശ്വരൻ തരും, ദൈവം തരും എന്നുള്ളത് എനിക്ക് എന്തായാലും തോന്നി. അങ്ങനെ ഫെബ്രുവരി 9-ന് വന്ന് പുതുക്കി. ഫെബ്രുവരി 22-ന് ഞങ്ങൾ അച്ഛനെ വന്ന് കാണുകയുണ്ടായി. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി വന്നു. അച്ഛനെ കണ്ട് അച്ഛൻ സൈത്ത് പൂശി. അച്ഛൻ ഞങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ പ്രാർത്ഥിച്ച് സ്വന്തം ചോരയിൽ ജനിക്കുന്ന കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരാൻ ഇടയാകട്ടെ എന്നാണ് അച്ഛൻ ഞങ്ങൾ രണ്ടുപേരും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് 2024 നവംബർ 8, 2023-ലാണ് ഞാൻ പുതുക്കുന്നത്, ഉടമ്പടി എടുക്കുന്നത്. 2024 നവംബർ 8-ന് എനിക്ക് ഒരു കുഞ്ഞിനെ കിട്ടി. ഒരു പെൺകുഞ്ഞിനെ കിട്ടി. അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞായിരുന്നു, പെൺകുഞ്ഞാണെങ്കിൽ അമ്മേ നിൻ്റെ പേരെ ഞാൻ ചേർക്കും. ഞങ്ങളവർക്ക് എവ്രീൻ ഇവ മറിയം എന്നുള്ള പേരിട്ടു. 1 വർഷത്തോളം കാത്തിരുന്ന് മാതാവ് എനിക്ക് തന്ന സമ്മാനമാണ് എൻ്റെ കുഞ്ഞ്. പിന്നീട് എൻ്റെ ഹസ്ബൻഡിന് ഡിസ്കിനൊരു ബൾജ് ഉണ്ടായിരുന്നു. അമ്മ മാതാവിൻ്റെ കാരുണ്യം കൊണ്ട് അതിൻ്റെ വേദന പൂർണ്ണമായും മാറിക്കിട്ടി. പിന്നീട് ഇതുവരെ എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ ഒരു വേദന വന്നിട്ടില്ല. അമ്മ മാതാവിന് തിരുക്കുമാരനും 1000 നന്ദി. ലൂക്ക 1:49 ശക്തനായവൻ